നമസ്കാരം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളതുകൊണ്ട് തത്തുല്യമായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുവാനും അതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തിന് കാലതാമസം ഉണ്ടായി എന്നൊക്കെ വരാം. എന്നിരുന്നാൽ പോലും ഒരു വർഷത്തേക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വേണ്ടിവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഏറ്റെടുക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. പരീക്ഷാ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് കാലതാമസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് കഴിഞ്ഞ 2024 സെപ്റ്റംബർ മാസത്തോടുകൂടി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ ആദ്യ ഉപരിപഠനത്തിന് വേണ്ടി അപേക്ഷകൾ നൽകുകയും ഫെബ്രുവരി മാസത്തിൽ പ്രവേശനം ലഭിക്കുവാനും 2026 ഉദ്യോഗത്തിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് പരിചയപ്പെടുവാനുള്ള അവസരം, സ്വന്തം ചെയ്തു വരുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും കർമ്മ പദ്ധതികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരുവാനും സാധ്യത കാണുന്നതുമുണ്ട്. സൗഹൃദ ബന്ധത്തിന് കോട്ടം തട്ടാത്ത വിധത്തിൽ സൗഹൃദ ബന്ധം നിലനിർത്താൻ തക്കവണ്ണം ഒരുപക്ഷെ എല്ലാവർക്കും സാമ്പത്തികമായുള്ള സഹായങ്ങൾ എല്ലാം ചെയ്യാൻ സാധിച്ചു എന്നൊന്നും വരില്ല. എന്നിരുന്നാൽ പോലും വേണ്ടപ്പെട്ടതായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനും അബദ്ധങ്ങളിൽ നിന്നും പലരെയും രക്ഷിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. ഉദര നാഡീരോഗ പീഡകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും ഒരുപക്ഷെ അതിനുവേണ്ടി മരുന്നുകൾ കഴിച്ചാൽ വാതരോഗമായിട്ട് പരിണമിക്കാനിടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും അവസരം വന്നു ചേരും. പല വിധത്തിലുള്ള ഊഹാപോഹങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ഏതൊരു ദുഷ്പ്രചരണങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം 2024 തന്നെ തുടങ്ങിയിരുന്നു. 2025 ഏറെക്കുറെ ഈ ഒരു നേട്ടം തുടരുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മസംയമനവും ആത്മനിയന്ത്രണവും വേണം എന്ന അനുഭവ പാഠം പ്രാവർത്തികമാക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കാൻ അവസരം വന്നു ചേരും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്ന് വന്നു ചേരുന്നത് വഴി ഈ ഒരു പാത തുടരുവാനും തീരുമാനിക്കും. ഒരുപക്ഷെ ഒരു കർഷകന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി അവലംബിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട പല അബദ്ധങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അഹംഭാവം ഒഴിവാക്കി മിതത്വമുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അനുഭവജ്ഞാനങ്ങളെ കൊണ്ട് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകും. ഭരണപക്ഷത്തിലുള്ളവരുടെയും പ്രതിപക്ഷത്തിലുള്ളവരുടെയും ഏകോപനത്തോടു കൂടിയതായിട്ടുള്ള സമീപനം ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള സങ്കല്പങ്ങൾക്കും ദീർഘകാല പദ്ധതികൾക്കും രൂപകൽപ്പന ചെയ്യുവാൻ ഉപകരിക്കുവാനിടയുണ്ട്. വാഹന ഉപയോഗത്തിൽ 2025 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുന്ന പല കർമ്മമണ്ഡലങ്ങളും
പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിച്ച് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് താമസിക്കുകയും ആഴ്ചയിൽ ഒരിക്കൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടി വരുവാനും ഇടയുണ്ട്. പലപ്പോഴും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുമോദനങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വിജയപ്രതീക്ഷകളോടുകൂടിയതായ പ്രവർത്തനങ്ങളിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യക്തിത്വത്തിന് ചേരാത്ത പല കർമ്മമണ്ഡലങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഈ മെയ് മാസത്തിന്റെ മുൻപ് തന്നെ ഒരു ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനും ഒരുപക്ഷെ 2026 ഒടുവിൽ അല്ലെങ്കിൽ 2027 ആദ്യ പകുതിയിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടു കൂടി തന്നെ പ്രാരംഭത്തിൽ തുടക്കം കുറിക്കും. എന്നാൽ തടസ്സങ്ങൾ അനുഭവപ്പെടുകയും വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന്റെ വെളിച്ചത്തിൽ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാം എന്ന അമിതമായിട്ടുള്ള ആവേശം, ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ അതാത് മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുന്ന പക്ഷം പ്രവർത്തനക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പിതാവിന്റെ അസുഖാവസ്ഥകൾ കണക്കിലെടുത്തുകൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ മുറിയുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും. മെയ് മാസത്തിനുള്ളിൽ തന്നെ അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിജീവനത്തിന്റെ പാതയിൽ പ്രവർത്തിക്കുന്നതിന് ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ സ്വയമേവ തയ്യാറാകുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് മെയ് മാസം വരെ ധാരാളം അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് അത്ര തന്നെ നേട്ടമുണ്ടാവുകയില്ല. ഇതിന്റെ വെളിച്ചത്തിൽ പരിശീലനത്തിന്റെ ഭാഗമായിട്ടും ഒരു യൂണിവേഴ്സിറ്റി അംഗീകൃതമായിട്ടുള്ള കോഴ്സുകൾക്ക് ചേരുവാൻ അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പലർക്കും ജോലിയിൽ സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞു വരുന്ന സാഹചര്യങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ലഭിക്കാത്തതിന്റെ സാഹചര്യങ്ങളെ കൊണ്ട് ജോലിയിൽ ഇരുന്നും കൊണ്ട് ഭാവിയിലേക്ക് ധാരാളം ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതികൾ ചേരുവാൻ അവസരം വന്നു ചേരും. വേറെ ചിലർക്ക് വിദേശ ഭാഷ പഠിക്കുവാനുള്ള ഒരു അവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും വേണ്ടി വരുവാനിടയുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. അമിതമായുള്ള ആവേശമാവുന്നത് ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും മറന്നുകിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മ വരുവാനായിട്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ആരാധനാലയ ദർശനം നടത്തുവാനും അവസരം വന്നു ചേരും. ഡിസംബർ മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അമിതമായിട്ടുള്ള വേഗതയുള്ള യാത്രയും ഉറക്കമൊഴിച്ചുള്ള യാത്രയൊക്കെ പരമാവധി ആവുന്നതും ഒഴിവാക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വിദേശത്ത് താമസിക്കുന്ന പലർക്കും ഓണക്കാലത്തിനോടനുബന്ധമായോ ഡിസംബർ മാസത്തിലോ ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവസരമുണ്ടാക്കുവാനും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2025 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.